മരണം പിറവി പോലെ തന്നെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. അതൊരു ആഘോഷമാണ്. MT തന്നെ പറഞ്ഞ വാക്കുകളാണിവ. പ്രിയപ്പെട്ട MT മരിച്ചിട്ട് ഏറെക്കുറെ സങ്കടം മാറുന്നതിന് മുൻപേ ചിരിക്കാൻ പഠിപ്പിച്ച മറ്റൊരു മനുഷ്യൻ കൂടി നമ്മെ വിട്ടുപോവുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഷാഫി എന്നാണ്. നല്ലൊരു സംവിധായകൻ. ചിരിക്കാൻ പഠിപ്പിച്ച ഷാഫിയും കരയാൻ പഠിപ്പിച്ച MTയും നമ്മെ പിരിഞ്ഞു പോകുമ്പോൾ മലയാളത്തിന് അതുണ്ടാക്കുന്ന നഷ്ടം ചെറുതൊന്നുമല്ല. കുറച്ച് സിനിമകൾ എടുത്തു നോക്കുക. ഏറെക്കുറെ കൈവിരലിൽ എണ്ണാവുന്ന 10-16ഓളം ഹിറ്റ് സിനിമകൾ തന്നെ നോക്കുമ്പോൾ പ്രിയപ്പെട്ട മിസ്റ്റർ പോഞ്ഞിക്കരയും മണവാളനും അതുപോലെ തന്നെ ദശമൂലം രാമുവുമൊക്കെ ഒരു വശത്ത് ഓർമ്മകളുടെ അറകൾക്കുള്ളിലേക്ക് നമ്മളിങ്ങനെ ഒളിപ്പിച്ചു വെച്ച് വീണ്ടും വീണ്ടും തമാശ യൂട്യൂബിലൊക്കെ കാണാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ഇരുട്ടിൻ്റെ ആത്മാവ്, അസുരവിത്ത്, അതുപോലെ തന്നെ നാലുകെട്ട്, മഞ്ഞ്, നിൻ്റെ ഓർമ്മയ്ക്ക്, ഇങ്ങനെയുള്ള ഒരു പറ്റം മലയാളിയെ വായിക്കാൻ പഠിപ്പിച്ച പ്രേരിപ്പിച്ച കഥകൾ കേരളത്തിന് സമ്മാനിച്ച MTയും ഒരു വശത്ത് ഇങ്ങനെ ഒരു വലിയ വൻമരം പോലെ, മഹാമേരു പോലെ നിൽക്കുകയാണ്. മക്കളും പുലിവാൽ കല്യാണവും കല്യാണരാമനും ഒന്നും നമ്മൾ ഒരിക്കലും മറക്കില്ല. ഇവർക്ക് രണ്ടുപേർക്കും ദൈവം സർഗാത്മക വിശുദ്ധിയുടെ നിറവിൻ്റെ പേരിലെങ്കിലും സ്വർഗം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കഥ എഴുതിക്കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി. അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയ വാക്കുകളാണിത്. ഒരു കഥാകാരന് സ്വയം കരയേണ്ടി വരിക. ആ പുസ്തകം നമ്മുടെ കൈകളിലെത്തുമ്പോൾ നമ്മളതിനെ എന്തുമാത്രം ഹൃദയ വിശാലതയോടെ കാണുന്നു എന്നുള്ളത് വലിയ വാക്കുകൾക്കുള്ളിൽ വർണ്ണിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഞാൻ ആ പുസ്തകത്തിൻ്റെ അകത്തെ താളുകളിലെ ഒരു ചെറിയ ഭാഗം ഒന്ന് വായിക്കാം. അത് ഡേറ്റ് പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 20/9/1954. ഒരു പന്തിരാണ്ടിനു ശേഷം ലീലയെപ്പറ്റി ഞാൻ ഇന്ന് ഓർത്തുപോയി. ലീലയെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിചാരിച്ച് തന്നെ പറഞ്ഞുകൊള്ളട്ടെ, അവൾ എൻ്റെ സഹോദരിയാണ്. ഈ വസ്തുത അറിയുന്ന വ്യക്തികൾ ലോകത്തിൽ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. ലീലയെക്കുറിച്ച് ഓർക്കാൻ കാരണം പെട്ടിക്കടിയിൽ നിന്ന് കണ്ടുകിട്ടിയ റബ്ബർ മൂങ്ങയാണ്. റദ്ദു ചെയ്ത ഷർട്ടും മുണ്ടും പഴയ കടലാസുകളും ഇട്ട പെട്ടിക്കകത്ത് ഇന്നൊരു പരിശോധന നടത്തി നോക്കുമ്പോഴുണ്ട് ആ പഴയ റബ്ബർ മൂങ്ങ അവിടെ കിടക്കുന്നു. അതിൻ്റെ നിറം മങ്ങി ആകർഷകത്വമില്ലാതായിട്ടുണ്ട്. സ്ഫടികം കൊണ്ടുണ്ടാക്കിയ കണ്ണുകൾ മാത്രം മങ്ങിയില്ല. ഒരു കാലത്ത് അതെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു. അതിൻ്റെ ഉടമസ്ഥനായതിൽ അഭിമാനിച്ചിരുന്നു. വളരെ വളരെ കൊതിച്ചു കിട്ടിയതാണ്. അത് സഞ്ചിയിൽ വെച്ചുകൊണ്ട് സ്കൂളിൽ ചെന്നു കയറിയപ്പോൾ ഞാൻ സ്വയം ഒന്നുയർന്നതുപോലെ തോന്നി. കാരണം എൻ്റെ സഞ്ചിക്കകത്ത് വിലപിടിപ്പുള്ള ഒരു മുതലുണ്ട്. അപ്പുക്കുട്ടൻ്റെ പളുങ്കുടിപ്പിയേക്കാളും എംബ്രാൻകുട്ടിയുടെ മൗത്ത് ഓർഗനേക്കാളും മുന്തിയതാണ് എൻ്റെ റബ്ബർ മൂങ്ങ. അതേ കൊളംബിൽ നിന്ന് കൊണ്ടുവന്നതാണ്. റബ്ബർ മൂങ്ങയ്ക്ക് 2 സവിശേഷതകളുണ്ട്. അടിഭാഗത്തെ കുറ്റി അമർത്തിയാൽ അതിൻ്റെ വയർ തുറക്കും. വയറിനകത്ത് പതുപതുപ്പുള്ള ഒരു കൊച്ചു കുഷ്യൻ്റെ മുകളിൽ കടും നീല നിറത്തിലുള്ള ഒരു ചെറിയ കുപ്പി. അതിൻ സെൻ്റായിരുന്നു. അടപ്പ് തുറന്നാൽ അരിമല്ലപ്പൂക്കളുടെ മണം ക്ലാസ് മുഴുവൻ വ്യാപിക്കും. പെൺകുട്ടികളിരിക്കുന്ന ബെഞ്ചിൽ നിന്ന് പിറുപിറുപ്പുകൾ കേൾക്കാം. ആ കുട്ടിയുടെ കയ്യിൽ ആ കുട്ടി ഞാനായതിൽ എനിക്ക് അഭിമാനമുണ്ടായിരുന്നു. വായിച്ചു പോകുമ്പോൾ 9 മുതൽ 76 വരെയുള്ള പേജുകളിൽ ഒരു കൈ നിറയെ ഒരു കുടന്നപ്പൂ നമുക്ക് നൽകിയതുപോലെ, നമ്മൾ പണ്ട് ഓണത്തിനൊക്കെ പോയിട്ട് തുമ്പപ്പൂവൊക്കെ പറിച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ഓണത്തിന് തുമ്പപ്പൂവൊക്കെ പറിക്കും. അപ്പോൾ നമ്മളത് കൊണ്ടുവരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു വെണ്മ വലിയതാണ്. അപ്പോൾ നമ്മളത് ആ പൂക്കളമൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും വെണ്മയൊക്കെ വളരെ നഷ്ടപ്പെടും എന്ന് പറഞ്ഞ കണക്കെ പുസ്തകം നമ്മൾ വായിച്ചു കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഒട്ടും തന്നെ വെണ്മയൊന്നും നമ്മളിൽ നിന്ന് അകന്നു പോവില്ല എന്നുള്ളതാണ് വസ്തുതയും വാസ്തവവും. ഒരു പിറന്നാളിൻ്റെ ഓർമ്മയും വളർത്തുമൃഗങ്ങളും, നിൻ്റെ ഓർമ്മയ്ക്ക്, മരണത്തിൻ്റെ കൈത്തറ്റ്, കോട്ടയുടെ നിഴൽ, ഓപ്പോൾ, ഈ 6 കഥകൾ ഒരു സ്ഫടികം, ഒരു ചില്ല്, ഒരു പൊട്ടൽ, ഒരു നീറ്റൽ, ഇതില്ലാതെ നമുക്കാർക്കും ഇതൊന്നും വായിച്ചു തീർക്കാൻ പറ്റില്ല. ഒരു ഡയറിക്കുറിപ്പിൻ്റെ ലാളിത്യത്തോടെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ആ കൈകൾ ഞാനിപ്പോഴും ഓർക്കുന്നു. 2023 KLFൻ്റെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ വേദിയിലേക്ക് MD വരുമ്പോൾ ആ മനുഷ്യനെ കണ്ട് സദസ്സും ശ്രോതാക്കളും ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് അത്രമേൽ ബഹുമാനത്തിന് പാത്രീഭൂതനായ ഒരു മലയാളത്തിൻ്റെ എഴുത്തിൻ്റെ കാരണവർ എന്നൊക്കെ തന്നെ നമുക്ക് MDയെ വിളിക്കാം. അപ്പോൾ ഇന്ന് MDയുടെ പുസ്തകത്തിൻ്റെ ഒരു ചെറിയ ചിന്തയാണ് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. പുസ്തകത്തിൻ്റെ കുറേ വിശേഷങ്ങളുണ്ട്. മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കടന്നു ചെല്ലാം. വെൽക്കം ടു LTK സ്റ്റോറീസ്.
എനിക്ക് തോന്നുന്നു MT ഇത്രയധികം വായിക്കപ്പെടാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം അയാളിലെ ഒരു പൊളിറ്റിക്കൽ വോയിസ് കൂടി ആയിരിക്കണം. ആ മനുഷ്യൻ പല ആവർത്തി ജനത്തോടും ഈ രാജ്യത്തോടും പറയാനായിട്ട് ആഗ്രഹിച്ചത് പാവങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളത് കൂടിയാണ്. വളരെ സംഘർഷം നിറഞ്ഞ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയും അതിനപ്പുറത്തേക്ക് വ്യക്തിബന്ധങ്ങളുടെ നൂലിഴകളെ കൂട്ടിയിണക്കുകയും യോജിപ്പിക്കുകയും അതിൻ്റെ പൊട്ടലുകളെയൊക്കെ കണ്ടെത്തി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയും MTയുടെ പല നോവലുകളും സിനിമകളും കഥകളും ഒക്കെ ഇതുതന്നെയാണ്. കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു ജീവിതത്തിൻ്റെ ആകത്തുക എന്തെന്ന് മലയാളിക്ക് കാട്ടിത്തന്ന കുറേയധികം പുസ്തകങ്ങൾ സമ്മാനിച്ച വലിയ ഒരു സർഗാത്മക വിശുദ്ധൻ എന്നൊക്കെ തന്നെ നമുക്ക് MTയെ വിളിക്കാം എന്നുള്ളതാണ്. എഴുത്തുകാരൻ്റെ പ്രധാനപ്പെട്ട കടമ എഴുത്താണെന്നും അപരിചിതരായവരോടെല്ലാം MT പറയാറുള്ളത് താൻ വെറും ഒരു പത്രപ്രവർത്തകൻ മാത്രമാണെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കൽ വോയിസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അത് മുത്തങ്ങയിലായിക്കോട്ടെ, മാറാടായിക്കോട്ടെ, അതുപോലെ തന്നെ നോട്ട് നിരോധനത്തിൻ്റെ സമയത്തായിക്കോട്ടെ, മുത്തങ്ങയിൽ AK ആൻ്റണിയോട് പോലും ഒരു ഭിന്നസ്വരം പ്രകടിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത്, അവിടെ ചെന്ന് ആദിവാസികൾക്ക് വേണ്ടി സ്വരമുയർത്തി തൻ്റെ കൈലേസ് കൊണ്ട് കണ്ണീരൊപ്പിക്കൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞത് മനുഷ്യനെ എങ്ങനെ മറ്റുള്ളവരോട് ഇത്ര ക്രൂരത കാണിക്കാൻ പറ്റുമെന്നാണ്. കാരണം പോലീസിൻ്റെ ചില സമയത്തെ നരനായാട്ടുകളൊക്കെ MTയുടെ വാക്കുകളിൽ അന്ന് വളരെ രോഷത്തോടെ അദ്ദേഹം ആത്മരോഷത്തോടെ നമ്മുടെ മുൻപിൽ പറഞ്ഞതാണ്. മാറാട് കലാപത്തെക്കുറിച്ച് അന്ന് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ആരോടോ പത്രപ്രവർത്തകനോട് പറഞ്ഞത്രേ, അതായത് എടോ നമ്മളൊക്കെ പറയുന്നതുകൊണ്ടായിരിക്കാം സർക്കാർ ഇത് കേൾക്കാതിരിക്കുന്നത്, നമുക്ക് യേശുദാസിനെ ഒന്ന് വിളിച്ചു നോക്കാം, വലിയ പാട്ടുകാരനായതുകൊണ്ട് ചിലപ്പോൾ അയാളെ കേൾക്കാൻ ഇവർ തയ്യാറായേക്കുമെന്നൊക്കെ നർമ്മരൂപേണ പോലും തൻ്റെ അമർഷം മറ്റുള്ളവർക്ക് മുൻപിൽ പറഞ്ഞു വെക്കാനായിട്ട് MT ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എൻ്റെ ഒരു ചെറിയൊരു ഓർമ്മ, ഞാൻ MAക്ക് ഹിന്ദി പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട അധ്യാപകൻ പറഞ്ഞത് ഞാനിന്നും ഓർക്കുന്നു, നിങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ അതിൻ്റെ വ്യാപ്തിയിലും ആഴത്തിലും മനസ്സിലാക്കണമെങ്കിൽ പ്രേംചന്ദിനെ വായിക്കുക, 325ഓളം കഥകൾ വായിക്കുമ്പോഴേക്കും ഏറെക്കുറെ നിങ്ങൾ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുമെന്നാണ്. എന്ന് പറഞ്ഞ പോലെ MTയെ വായിക്കുന്നെങ്കിൽ തീർച്ചയായും കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും സഞ്ചരിക്കാതെ നമുക്ക് ഒരിക്കലും ഇറങ്ങിപ്പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. MTയിൽ നിന്ന് ഒരു ഇറങ്ങിപ്പോക്ക് ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ് എനിക്ക് ഈ വായനയിലൂടെയൊക്കെ മനസ്സിലായത് എന്നുള്ളതാണ്. ഒരു പിറന്നാളിൻ്റെ ഓർമ്മ, വളർത്തുമൃഗങ്ങൾ, നിൻ്റെ ഓർമ്മയ്ക്ക്, മരണത്തിൻ്റെ കൈത്തെറ്റ്, അതുപോലെ തന്നെ കോട്ടയുടെ നിഴൽ, ഓപ്പോൾ, ഈ മിഠായി തെരുവിൽ പണ്ട് കുട്ടികൾ വന്നിട്ട് അദ്ദേഹത്തോടൊപ്പം സെൽഫി എടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിലൊരു വിരുദ്ധൻ പറഞ്ഞത്രേ, അതായത് നമുക്ക് മോഹൻലാലിനെയും മമ്മൂട്ടിയൊക്കെ പിന്നീട് കിട്ടും, പക്ഷേ MTയെ ഒരു സെൽഫിക്ക് കിട്ടണമെങ്കിൽ അതിന് വലിയ സുഹൃതവും ഭാഗ്യവും ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കാൻ കഴിഞ്ഞത് വലിയൊരു സന്തോഷമായിട്ട് ഞാൻ കരുതുകയാണ്. ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ, നമ്രശീർഷരായി നിൽപ്പു നിൻ മുൻപിൽ തമ്ര നക്ഷത്ര കന്യകൾ, ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. പാടി ബോറാക്കുന്നില്ല. MTയുടെ കണ്ണടയിലൂടെ MT കണ്ട ലോകം ഇത്ര വലുതാണെന്ന് യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ്റെ വേർപാടിന് ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത്. തൊട്ടതെല്ലാം പൊന്നാക്കിയൊരു മനുഷ്യൻ, അയാളുടെ തൂലിക നിലച്ചപ്പോൾ യഥാർത്ഥത്തിൽ നിലച്ചു പോയത് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ തന്നെ സർഗാത്മകതയുടെ ഒരു വലിയ അധ്യായമാണ് അടയാൻ കാരണമായത്. ഓർമ്മകളുടെ നാലുകെട്ടിൽ MT ഒരിക്കലും ഒതുങ്ങിപ്പോകുന്നില്ല. ആ മനുഷ്യൻ നമുക്ക് സമ്മാനിച്ച കഥകളൊക്കെയും കഥാപാത്രങ്ങളൊക്കെയും നമ്മുടെ ഉള്ളിൽ ഒരു ചിപ്പിക്കുള്ളിൽ കല്ല് കണക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഒരു വേദന ഇങ്ങനെ നീറ്റലിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു MTയെ വായിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ നിങ്ങൾ ഒരു ചെറിയ ഗ്യാരണ്ടി ഒരല്പം ആലങ്കാരികതയോടെ തന്നെ പറയട്ടെ. അതായത് MTയെ ഒരു 10 കൊല്ലം വായിക്കുക, എനിക്ക് തോന്നുന്നു 15 കൊല്ലത്തിനപ്പുറത്തേക്ക് 5 കൊല്ലം നിങ്ങളുടെ എഴുത്തൂടെ കഴിയുമ്പോൾ 15 കൊല്ലത്തിനപ്പുറം ഒരു നല്ല എഴുത്തുകാരനായി നമ്മൾ ഓരോരുത്തരും മാറിയിരിക്കുമെന്നുള്ളതാണ്. നാലുകെട്ടിന് അപ്പുറത്തേക്ക് മനുഷ്യനൊരു ജീവിതമുണ്ടെന്ന് അദ്ദേഹം പഠിപ്പിക്കുകയും ഇരുട്ടിൻ്റെ ആത്മാവിലൂടെ നസീറിന്
പ്രേം നസീറിന് സമ്മാനിച്ച ആ വലിയ കഥാപാത്രവും ഒക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തെ തന്നെ ഇരുട്ടിൽ നിന്ന് വലിയൊരു നിലാവിലേക്ക് അദ്ദേഹം കൈപിടിച്ച് വളർത്തുകയാണ് ഉണ്ടായത്. വയറിനെ മാന്തിക്കീറുന്ന മനുഷ്യൻ്റെ വിശപ്പിനെയൊക്കെ അദ്ദേഹം തൻ്റെ തൂലികയിലൂടെ നമ്മോട് പറയാനായിട്ട് ആഗ്രഹിച്ചതും പറഞ്ഞു വെച്ചതുമൊക്കെ വലിയ കയ്പ് നിറഞ്ഞ കുറേ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒരു ഇത്തിരി മധുരം നമുക്ക് നുണയാൻ ഈ കഥകളിലൂടെ കഴിയുന്നെങ്കിൽ അതൊരു വലിയ സന്തോഷം നൽകുന്ന കാര്യമാണെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല എന്നുള്ളതാണ്. ഇനി കഥയ്ക്കുള്ളിലേക്ക് നമുക്കൊന്ന് വരാം. ഒരു പിറന്നാളിൻ്റെ ഓർമ്മയിലാണെങ്കിൽ ഒരു വശത്ത് ഞാനിപ്പോഴും ഓർക്കുന്നു, വായിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരല്പം ചിരി കൂടി വന്നു എന്നുള്ളതാണ്. അതായത് ഇലയിൽ വിളമ്പിയ കൊണ്ടാട്ടം. ഒരു വലിയ കുടുംബത്തിൽ താമസിക്കുന്ന ദാമോദരൻ അവൻ്റെ കൂട്ടുകാർക്കൊപ്പം, അപ്പോൾ ഇലയിൽ വിളമ്പിയ കൊണ്ടാട്ടത്തിൻ്റെ പകുതി കടിച്ചിട്ട് അവൻ വന്നിട്ട് കൂട്ടുകാരെയൊക്കെ കരയിപ്പിക്കുകയാണ്. കാരണം ഇത് കാണുമ്പോൾ മറ്റു കുട്ടികൾക്കൊക്കെ സങ്കടം തോന്നുകയാണ്. അവരുടെ പിറന്നാളിന് ഇത്ര വലിയ ആഘോഷമൊന്നുമില്ല. തൊട്ടപ്പുറത്ത് വല്യമ്മാവനോട് തൻ്റെ അമ്മ ചെന്ന് പിറന്നാളിന് അമ്പലത്തിൽ നെയ്പായസം നേർന്നതിൻ്റെ പേരിൽ 4 ഇടങ്ങഴി അരി കൂടുതൽ ചോദിക്കുമ്പോൾ മുഖമുടച്ചൊരു അടിയാണ് കുട്ടിയുടെ അമ്മയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ വല്യമ്മാവനും ഈ ദാമോദരനുമൊക്കെ വില്ലന്മാരായി മാറുകയും, വളർത്തുമൃഗങ്ങളിൽ നമ്മൾ കാണുമ്പോൾ ട്രപ്പീസ് കളിക്കുന്ന ജാനമ്മ, അതുപോലെ തന്നെ അവളുടെ അമ്മ, അവൾ എത്തിപ്പെടുന്ന ഒരു വലിയ ചൂഷണത്തിൻ്റെ ലോകം, അവളെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓടിപ്പോകുന്ന ചന്ദ്രൻ, അതുപോലെ തന്നെ മരണത്തിൻ്റെ കൈത്തെറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന തീവണ്ടിയുടെ ചൂളം വിളി, പിന്നെ കോട്ടയുടെ നിഴലിലാണെങ്കിൽ സുബൈദയും പിന്നെ ഓപ്പോളും അതുപോലെ തന്നെ അപ്പുവും ഒക്കെ ഈ കഥാപാത്രങ്ങളൊക്കെ വാക്കിൽ നിന്ന് ഭാഷയിലേക്കും, ഭാഷയിൽ നിന്ന് പുസ്തകത്തിലേക്കും അധ്യായങ്ങളിലേക്കും ഒക്കെ ചേക്കേറുമ്പോൾ MTയെ വായിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് പറയാതിരിക്കാൻ പറ്റുക നിങ്ങളൊരു എഴുത്തുകാരനായി മാറുമെന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വലിയ നന്മ നിറഞ്ഞ ഒരു ലോകത്തെ നമുക്ക് മുൻപിൽ അവതരിപ്പിച്ച MT ഇന്നത്തെ കാലത്തെ എല്ലാവരോടും തന്നെ പറഞ്ഞു വയ്ക്കുന്നത് ഇൻസ്റ്റയിലേക്കും അതുപോലെ തന്നെ മറ്റ് വലിയ ചാനലുകളിലേക്കുമൊക്കെ ഓടി തളർന്ന് മനുഷ്യനെത്തുമ്പോൾ അവിടെ സ്നേഹമില്ല, പ്രേമമില്ല, പ്രണയമില്ല, മറിച്ച് ചതിക്കുഴികൾ ഒരുപാടുണ്ട് എന്ന് പറയാനായിട്ട് MT ആഗ്രഹിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അധ്യാപകനെ ദൈവതുല്യം കാണേണ്ടിടത്ത് പുറത്ത് കിട്ടിയാൽ നിന്നെ ഞാൻ തീർത്ത് കളയുമെന്ന് പറയുന്ന വിദ്യാർത്ഥികളുള്ള സമയം, അതുപോലെ തന്നെ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ ഇൻസ്റ്റാ സുഹൃത്തിന് വേണ്ടി സ്വയം ജീവൻ ബലികഴിക്കേണ്ടി വരുന്ന മനുഷ്യർ, ഒരു പ്രണയത്തിൻ്റെ പേരിൽ തൻ്റെ ജീവൻ തന്നെ ബലികൊടുക്കേണ്ടി വരുന്ന കുറേ കഷായം നിറഞ്ഞ ഓർമ്മകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പുസ്തകമൊക്കെ അടച്ചു വെച്ചിട്ട് MTയിലേക്കും മറ്റ് എഴുത്തുകാരിലേക്കുമൊക്കെ ഇറങ്ങിച്ചെന്ന് കുറേ കൂടി വായിക്കേണ്ടുന്ന സന്ദർഭം ആവിർഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമുക്ക് നിർത്താം. നിത്യ നിർമാല്യം എന്നും തുളുമ്പുന്ന തരത്തിൽ ആ മനുഷ്യൻ 9 പതിറ്റാണ്ട് എഴുതി ഈ കേരളക്കരയ്ക്ക് സമ്മാനിച്ചത് അദ്ദേഹം വാക്ക് ബാക്കിയാക്കി, ഭാഷയെ സാക്ഷിയാക്കി കാലാതീതമായി വിരാജിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളും ഒരിക്കലും മറക്കപ്പെടില്ല എന്നുള്ളതാണ് സാരം. അദ്ദേഹത്തിന് അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ബഹുമാനപ്പെട്ട ഷാഫി എന്ന നല്ല ഒരു സംവിധായകനും ദൈവം സ്വർഗം തന്നെ നൽകട്ടെ. അവർ കൊണ്ടുവന്ന സർഗാത്മകതയുടെ വിശുദ്ധിയെ പരിഗണിച്ചിട്ടെങ്കിലും ദൈവം അവർക്ക് സ്വർഗം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റ് ഒരു കഥയും വിശേഷവും കേട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.